ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു നാരങ്ങ അച്ചാർ ഇട്ടാലോ? കറുനാരങ്ങ അച്ചാർ ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അച്ചാറിടാനായിട്ട് ഞാൻ അതിൽ കറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നന്നായിട്ട് ചെത്തി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചട്ടി ചൂടാകാനായിട്ട് വെച്ച്, ചട്ടി ചൂടാകാന് ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ നാരങ്ങയ്ക്ക് ഓൾറെഡി കയ്പുണ്ട് എങ്കിൽ പോലും നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് എല്ലാം അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് സാധാ അച്ചാറിനിടുന്നതിനെക്കാട്ടിലും കുറച്ച് മാത്രം ഉലുവായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയല്ല ഇടുന്നത്, നമ്മൾ വെള്ള അച്ചാറാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് നീലക്കാന്താരി ഇവിടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ കഴുകി വാരി വച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കണം. നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ആ ചെറു തീയിൽ വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കത്തില്ല. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ പൂത്തു പോവും, അഴുക്കേടായി പോവുകയും ചെയ്യും. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ ഇപ്പോൾ ഈ നാരങ്ങയിലുള്ള വെള്ളമയം എല്ലാം നമ്മൾ പറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി നമ്മൾ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പുളിക്കും അതുപോലെ തന്നെ കേടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഈ രീതിയിൽ നാരങ്ങ അച്ചാറിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് അച്ചാർ ഇട്ട് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഇടയ്ക്കൊക്കെ ലൈവിൽ വരാനുണ്ട്. അപ്പം ആ സമയത്തൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ.